ഹായ് ഓൾ, സൈലം ടെക്നിക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു 2026 ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരുപാട് എക്സാമുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുകൾക്കൊക്കെ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിച്ചു തുടങ്ങേണ്ടത് മിസ്സേ, അതേപോലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ 1-2 സബ്ജക്റ്റുകൾ പറയാമോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ടെലഗ്രാം ചാനലിലും നമുക്ക് പേഴ്സണലിയൊക്കെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ഈസി ആയിട്ട് 60 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഈ 60 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മാർക്ക് വെയിറ്റേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ LSGD 3rd ഗ്രേഡിന് വന്ന സിലബസ് ഏതാണോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, അതിന് എത്രയൊക്കെ മാർക്കാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് 10 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. അതേപോലെ സർവേയിങ് ഉണ്ട്. സർവേയിങ് 15 മാർക്ക് വെയിറ്റേജ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അവിടെ നിന്നാണ്, 25 മാർക്കാണ്. ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ, 25. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ് 15 മാർക്കാണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഗെയിൻ 15 മാർക്കാണ്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്കാണ്. അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്കാണ്. ഓട്ടോക്യാഡ് 8 മാർക്കാണ്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 3 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ സർവേ നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നാമത്തെ സബ്ജക്റ്റ് സർവേ ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. മൂന്നാമതായിട്ട് എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ്. ഈ 3 സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് 3ഉം പഠിച്ചാൽ തന്നെ നിങ്ങൾ നോക്കിയേ 15, 25, 15, അതായത് 55 മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി ഈ 3 സബ്ജക്റ്റുകളും പറയുന്ന സമയത്ത് അതിന് എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. കമ്പയർഡ് ടു ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ നിങ്ങൾ നോക്കുമ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റും ബൈലോസ് എന്ന് പറയുന്ന ഭാഗവും വളരെ ചെറുത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയി പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് കുറച്ച് ചെറുതാണ്, രണ്ടും കുറച്ച് ചെറിയ ചെറിയ സബ്ജക്റ്റുകളാണ്. ഇനി സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈ 3 ഭാഗവും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രേഡിനും ഈ ഒരു സബ്ജക്റ്റ് ഉപകരിക്കും. 3rd ഗ്രേഡിന് മാത്രമല്ല ഫസ്റ്റ് ഗ്രേഡിനും ഉപകരിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ എന്തായാലും പഠിക്കണം. അപ്പോൾ നമുക്ക് 55 മാർക്കായി. അപ്പോൾ 50-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ ഈ 3 സബ്ജക്റ്റുകൾ പഠിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഈസി ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെന്ത് ചെയ്യുക, നമുക്ക് ഇതിന് താഴെയായിട്ട് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, ഓട്ടോക്യാഡ് ഉണ്ട്. യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ നമുക്ക് 6 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ നമ്മൾ നോക്കുമ്പോൾ ഏരിയ, വോളിയം, കമ്പ്യൂട്ടേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലാസ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം പഠിച്ചെടുക്കാൻ നമ്മൾ വല്ലാണ്ട് എഫേർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഒരു സബ്ജക്റ്റ് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ ആണ്. ദെൻ അടുത്തത് ഓട്ടോക്യാഡ് ആണ്. ഓട്ടോക്യാഡും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഒന്നിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആകും. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്കറിയാം, കുറേ ടൂളുകളൊക്കെ നമുക്കറിയാം, അതേപോലെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റ് ഓട്ടോക്യാഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ഒരു 5 മൊഡ്യൂളുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം 65 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ സബ്ജക്റ്റുകളൊക്കെ പറഞ്ഞു, ഇതെങ്ങനെ പഠിക്കണം എന്നും കൂടി ഒന്ന് നോക്കാം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഏതാണ് നമ്മുടെ സിലബസ്, ആ ഒരു സിലബസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സിലബസ് നോക്കിയിട്ട് അതിലുള്ള ടോപ്പിക്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. രണ്ടാമതായിട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സിലബസ് എക്സാമിന് 3 മാസം മുന്നേ വരും. ആ സമയത്ത് ചില ടോപ്പിക്കുകൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും, അതെന്തായാലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അതായത് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ തിയറി മൊത്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഈ തിയറി പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് പല സൈറ്റുകളിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് തിയറി പോർഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ തിയറി ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പം ആ ടോപ്പിക്കിൽ വന്ന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പം സബ്ജക്റ്റിലുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യണം, സബ്ജക്റ്റ് ടെസ്റ്റുകൾ ചെയ്യണം. ഇത് മാത്രം പോരാ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ PYQയും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോർമുലാസ്, ഇപ്പോൾ നമ്മൾ സർവേ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഫോർമുലാസ് ഉണ്ടാകും, യൂണിറ്റ് ആൻഡ് മെൻസുറേഷനിൽ ഫോർമുല ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഫോർമുല വരുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു പേപ്പറിലേക്ക് മാറ്റി എഴുതി റിവൈസ് ചെയ്യുക. തിയറി ഭാഗം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ തിയറി റിവിഷന് പകരം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് റിവൈസ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ എത്തി ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം പോയി ഒന്നുകൂടെ വായിച്ചിട്ട് വരിക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എനിവേ, എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതേപോലെ റിവിഷൻസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് ആ എക്സാം സിലബസ് പ്രകാരമുള്ള മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ക്ലിയർ ആക്കുക. പിന്നെ ഓൺലൈൻ ടെസ്റ്റുകളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ OMR ഷീറ്റുകളൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു OMR ഷീറ്റ് വാങ്ങി OMR ബബിൾ ചെയ്ത് തന്നെ പഠിക്കുക. ഓൺലൈൻ ടെസ്റ്റ് ആണെങ്കിലും വെറുതെ ബബിൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എക്സാമിന് അത് ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊന്ന് പഠിച്ചെടുക്കേണ്ടത്. ആദ്യം തിയറി പഠിക്കുക, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക. ഇനി LSTD 3rd ഗ്രേഡിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിന് ചെറിയൊരു ഫീസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഫുൾ തിയറി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻസ് ഒക്കെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുമല്ലോ, സബ്ജക്റ്റുകളൊക്കെ മനസ്സിലായതുകൊണ്ട് നിങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.